ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. എനിക്കും റിതക്കും ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളടുത്തുള്ള കണ്ണടിപ്പറമ്പ് ഹെന്ന എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നതും എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ നമ്മൾ പോയിട്ട് വരാം കേട്ടാ. പോവാ. ഇതിന്റെ അകത്തൊന്നും കേറില്ല. എന്താ അപ്പൊ നമ്മള് വണ്ടി എടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര ആഗ്രഹം വണ്ടി പഠിക്കണമെന്ന്. പക്ഷെ 18 വയസ്സായി കഴിഞ്ഞാലേ വണ്ടി പിടിച്ചിട്ട് കാര്യമുള്ളൂ. ലൈസൻസ് എടുക്കണം. ശരിക്കും പൊട്ടിഞ്ഞോ? പൊട്ടീനട്ടോ. അതിന്റെ ഇത് ഇളകിയിട്ടുണ്ട്. സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നു. ഇച്ചു സ്റ്റാർട്ടാക്കിയതാണല്ലോ. വിജയിച്ചു. കാട്ടാമ്പള്ളി പാലം. ഇതിലൊക്കെ വണ്ടി അടിച്ച് പോകാൻ വേണ്ടി നല്ല രസമാണ് കേട്ടാ. അവിടുത്തെ കല്ലുമ്മക്കായി വെക്കുന്നുണ്ട്. കാട്ടാമ്പള്ളി ഇഷ്ടം പോലെ കല്ലുമ്മക്കായി ഇട്ടു കേട്ടാ. ഇത് നമ്മളൊരു ഇതാണ് മതി ഗൈസ്. അപ്പൊ ഗൈസ് പണി പാളി വഴി മാറിപ്പോയി കേട്ടാ. വലത്തോട്ട് പോകേണ്ടത് നേരെ പോയി. മതി. ഇപ്പൊ ഗൈസ് നമ്മള് ഷോപ്പിലെത്തി. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഹെന്ന. നിങ്ങൾക്ക് ഏത് ഇതുപോലത്തെ അറിയും ഇതുപോലത്തെ അറിയും. ഇതാ ബ്ലാക്കാ. ഇതൊക്കെ കിരീടെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കിരീടൊക്കെ മാക്സി. അത് വേണ്ട. അതെന്തോ പോലെ ഉണ്ട്. ഈ 2 കളറേ ഉള്ളൂ. ഇട്ട് നോക്കുന്ന ഇത് നല്ലുണ്ട് കാണാൻ. ഇതില് കാണാൻ നല്ലുണ്ട്. ഇങ്ങനെ നീ ഇട്ട് നോക്കുന്ന തട്ടതല്ലാലോ. ആണ് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് നല്ല മെച്ചുണ്ട്. ഇത് തട്ടാ. അതിന് 2 ഉടുപ്പ് എന്നിട്ട് മാറ്റി നോക്കി മാറ്റിട്ടു. വേറെ തട്ടം വാങ്ങലില്ല കേട്ടോ. 2 എണ്ണം. തീരത്ത് ഇതില്ലാണ്ട് പോലെ കുറച്ച്. അങ്ങനെ നമ്മള് ഡ്രസ്സെല്ലാം എടുത്ത്
ഫാൻസി നോക്കാൻ പോകുമ്പോഴത്തേക്ക് ഫാൻസി ഇവർക്ക് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഷോപ്പിൽ നിന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഡ്രസ് എല്ലാം വാങ്ങി. എനിക്കൊരു ചുരിദാർ എടുത്തു, ഇവർക്കും ഒരു ഡ്രസ് എടുത്തു, പിന്നെ എന്റെ അനിയനൊരു ഷർട്ട് എടുത്തു. ഇനിയിപ്പൊ പുതിയ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടുന്ന് ഇളനീരിലും കിട്ടുന്നുണ്ട്, കരിമ്പിൻ ജ്യൂസ്, ഇതെല്ലാം ഇവിടെ കിട്ടും. ഇതാണ് കൈരളി ബാറ് റിസോർട്ട്. റിസോർട്ട് കാണിച്ചെടുക്കാട്ടെ. കൈരളി ബാറാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അപ്പം എന്റെ കാർന്നോറ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് എന്തെങ്കിലും നടാൻ വേണ്ടി തൈ ഉണ്ടോന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പപ്പായ തൈ 2-3 അവിടെ വിത്തിട്ടത് മുളച്ചിട്ടുണ്ടായിരുന്നു, അത് തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് എടുത്തു കൊടുക്കാനെല്ലാം നിന്നു. നമ്മള് പുതിയൊരു പോവാനുള്ളത് കൊണ്ട് അവിടെ അനിയത്തിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ, ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് റെഡ് പപ്പായാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തൈയൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെ പുതിയതൊരു പോവാനുണ്ടായിനി, പോയിട്ട് വന്നിട്ട് നമ്മൾ എടുത്ത് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് വന്നു. വൈകുന്നേരം നമ്മള് വാങ്ങിയിട്ട് വന്നത്. അപ്പോ ഇവിടെ വീട്ടില് ഡ്രസ്സെല്ലാം കൊണ്ടുവച്ചിട്ട് പുതിയതൊരു ഫാൻസി പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ വാങ്ങിയ ഫാൻസിയും കാണിച്ചു തരാം, നമ്മൾ വാങ്ങിയ ഡ്രസ്സും കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്തെല്ലാം ഡ്രസ്സ് വാങ്ങിയത് എന്നുള്ളത്. ഇത് മോൾക്ക് വാങ്ങിയതാണ്, ബാഗി പാന്റ് എന്നാണ് കേട്ടോ ഇതിന് പറയാ. ഈ ഒരു പാന്റ്. പിന്നെ വാങ്ങിയത്, പിന്നെ 2 തട്ടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഡ്രസ്സിന് ഒരു തട്ടം, പിന്നെ അവർക്ക് കോളേജിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു തട്ടം വേണം പറഞ്ഞ്, അങ്ങനെ അത് വാങ്ങി. പിന്നെ വാങ്ങിയതാണ് ഇത്. ആറ്റാൻ്റെ അല്ലേ കാണിക്ക. പിന്നെ ഇവക്ക് അതിൻ്റെ ഒന്നിച്ചുള്ള ടോപ്പ്. ഈ ഒരു ടോപ്പാണ് കേട്ടാ, ഇപ്പോഴത്തെ മോഡലാണ്, ഇതിപ്പോ ഇറങ്ങിയ മോഡലാണ്. അപ്പോ ഇങ്ങനെയാണ് കേട്ടോ വാങ്ങിയത്. ഇതാണ് ഇതിന്റെ സെറ്റ്. ഇതാ പാന്റ്, ഇതിങ്ങനെ കേട്ടോ. പിന്നെ എന്റേത് ഈ ഒരു ടോപ്പ് ഫുൾ സെറ്റ് ആണ് കേട്ടോ. വാങ്ങിയത്. പിന്നെ ഇതിന്റെ പാന്റ് ഇങ്ങനെ കാല് വർക്കെല്ലാം ആയിട്ട് അല്ല. പിന്നെ ഇതിന്റെ ഷോളാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായത്. ഉണ്ടായിരുന്നു ഷോള്. ഞാനുണ്ട്. ഇങ്ങനെ ഒരു ഷോള്. പിന്നെ എൻ്റെ അനിയന് ഒരു ഷർട്ട്. ഇതാണ് കേട്ടോ വാങ്ങിയ ഡ്രസ്സ്. പിന്നെ എൻ്റെ ചുരിദാറിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1000. ഇതിന്റെ മേലെ റേറ്റ് ഉണ്ട്. 1950 കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ചുരിദാറിന്റെ ഇത് ഇപ്പോഴത്തെ മോഡലാണ്, ഇപ്പൊ ഇറങ്ങിയതാണ്. പിന്നെ മോളത് പിന്നെ സെപ്പറേറ്റ് വേറെ റേറ്റ് ആണ്. ഒന്നിന് 650.
ഇതിന് 599. പിന്നെ ഷോളിന് 220 അങ്ങനെയുള്ള ഐറ്റാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഇതാണ് പെരുന്നാളിന്റെ ഡ്രസ്സ്. അപ്പൊ പെരുന്നാളിന് ഇട്ടിട്ട് പെരുന്നാൾ വ്ലോഗിൽ കാണാം. ഫാൻസി ഉണ്ട് ഗൈസ്, മറന്നുപോയി. അപ്പൊ ഫാൻസിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാൻ കാണിച്ചു തരാം. അത് മോള് വാങ്ങിയ മാലയാണ്. പിന്നെ ഈ ഒരു വള, പിന്നെ എനിക്ക് വാങ്ങിയത് ഈ ഒരു വള കേട്ടോ. ഇത്രയും സാധനമാണ് വാങ്ങിയത് ഫാൻസി ആയിട്ട്. പിന്നെ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. ഒരു കൈക്ക് പിന്നെ നമ്മൾ വാച്ച് കിട്ടും, അപ്പൊ പിന്നെ ഒരു കൈക്ക് ഇടാനല്ലേ വേണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. മാല പിന്നെ മോക്ക് ആ മാല വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ മൈലാഞ്ചിയിൽ ഇവിടെ വാങ്ങിയതുണ്ട്, അതുകൊണ്ട് മൈലാഞ്ചിയിൽ വാങ്ങിയിട്ടില്ല. ഇതാണ് കേട്ടോ മാല. എങ്ങനെയുണ്ട്? ഈ മാലേന്റെ റേറ്റ് 120 കേട്ടോ. 120 രൂപയാണ് ഇത് ഈ മാലന്റെ റേറ്റ്. പിന്നെ ഇതിന് 150, പിന്നെ ഇതിന് 200. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അവരിത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് അങ്ങനെ 200 തന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.